ഹലോ, ഇതൊരു കുഞ്ഞു വാട്ടർ എയ്റ്റിൻ്റെ ഡേ ആയിട്ട് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. രാവിലെ ഞാൻ പുറത്ത് പോകുന്നതിന് മുന്നേ അപ്പുറത്തെ റൂമിലെ പാകിസ്ഥാനി ചേച്ചി ഒരു ഡെസേർട്ട് ഉണ്ടാക്കി കൊണ്ടുത്തന്നു. കുറച്ച് ക്യാരറ്റും പിന്നെ എനിക്ക് തോന്നുന്നു അത് പാൽഗോവ പോലെ എന്തൊക്കെയോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ റൊട്ടിയാണെന്ന് തോന്നുന്നു, റൊട്ടിയും ബ്രെഡും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് തോന്നുന്നു പറയുന്നത് ഇത് കുറച്ച് നാൾ മുന്നത്തെ വീഡിയോ ആണ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഡേറ്റ്സ് കേക്ക് കഴിച്ചു. ആ ഡേറ്റ്സ് കേക്കിനുള്ള വലിയ വലിയ ഡേറ്റ്സ് പീസസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കടയിലേക്ക് പോവുക ചെയ്തത്, കാരണം കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കടയിലേക്ക് പോകുമ്പോഴേ ഒരു സംഭവം കണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഹായ് ഗസ്, ഇപ്പം ഞാൻ ഇന്നൊരു ഷോപ്പിൽ വന്നപ്പോൾ ഒരു സാധനം കണ്ടു, കുറച്ച് വെറൈറ്റി ആയിത്തന്നെ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ തോന്നി. ഇത് നോക്കും, ഇത് നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ്. പക്ഷേ എനിക്കറിയില്ല ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. നല്ലതല്ലേ, നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഈ മുത്തൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ, വെറൈറ്റി ആയിട്ടുണ്ട്. ചേട്ടാ, അങ്ങനെ അവിടുത്തെ നാടകീയ രംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഒരു ജ്യൂസ് കുടിച്ചു, ഒരു ബദാം മിൽക്ക് കുടിച്ചു. പിന്നെ വീട്ടിൽ പോയിട്ട് 3 പുഴുങ്ങിയ മുട്ടയിൽ 2 പുഴുങ്ങിയ മുട്ട ഞാൻ കഴിച്ചു, ഒരു പഴവും കഴിച്ചു. പിന്നെ അമ്മ ചോറൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ചപ്പാത്തി മീൻകറി അവിടെ ഇരുന്നിട്ട് എന്നെ നോക്കിയിട്ട് എന്നെ വേണ്ടേന്ന് ചോദിച്ചു. പക്ഷേ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ്, ടൈം ഗ്യാപ്പ് വിട്ടിട്ടാണ്. അതും ഞാൻ കഴിച്ചു. പിന്നെ വൈകുന്നേരം കല്ലുമ്മക്കായ കഴിക്കാൻ പൂതിയായിട്ടാണ് കല്ലുമ്മക്കായ കഴിക്കാൻ പോയത്. കല്ലുമ്മക്കായ കഴിക്കാൻ പോയി കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് അൽഫാമിൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ തുളച്ച് കയറിയത്. അപ്പം ഞാൻ കരുതി കുറച്ച് ഒരു ശകല അൽഫാമും കൂടെ കഴിക്കാം. പക്ഷേ ഇത് ഞാൻ അവന്മാർ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് മതിയായിട്ട് കളയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വേറെ സ്ഥലമുണ്ട്, എൻ്റെ വയറ്റിലേക്ക് കളഞ്ഞോളൂ, കുഴപ്പമില്ല. അതും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അൽഫാം ഭയങ്കര എരിവായിരുന്നു കേസ്. അപ്പോൾ കുഴപ്പമില്ല, അണ്ടകടാകം കത്തിപ്പോയെങ്കിലും ഞാനതെങ്ങിരുന്ന് കഴിച്ചു. പിന്നെ ഞാൻ ജ്യൂസ് കുടിച്ചായിരുന്നു, അതിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു എടുത്തിട്ടില്ല എന്ന്. പിന്നെ വീട്ടിൽ പോകാൻ നേരത്ത് പഞ്ഞി മിഠായും കൂടെ കഴിച്ചു. അത്രയും കഴിച്ചിട്ട് ഞാൻ എൻ്റെ വയറൊന്ന് അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ടാ.